ചങ്ങായിമാരെ വയനാട് ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വീടെടുത്ത് കൊടുത്തതിലും അതിൽ ഒരുപാട് ഹൈന്ദവർക്ക് വീട് കൊടുത്തതിലും നമ്മളെ സംഘികൾ അസ്വസ്ഥരാണ്, നല്ലോണം അസ്വസ്ഥരാണ്. പക്ഷെ കുറെ സംഘികളുണ്ടല്ല, ആ അസ്വസ്ഥതയുണ്ടല്ല കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിശകലമാണുണ്ടല്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ പക്ഷേ ഉണ്ടല്ല മുസ്ലിം ലീഗിനെയോ മുസ്ലിങ്ങളെയോ ഒന്നും കുറ്റം പറഞ്ഞില്ല. പക്ഷെ സേവാഭാരതി ഉണ്ടല്ലോ, ഇവരുടെ സേവാഭാരതി എന്തൊക്കെയോ ഉണ്ടയും ഉണ്ടംപൊരിയാക്കിന്നല്ലോ പച്ചക്കള്ളം തട്ടിവിടുന്നുണ്ട്. നമുക്കെന്തായാലും തൽക്കാലം ഇന്ന് വിശകലനം അവിടെ മാറ്റി വെക്കാം. പക്ഷെ സംഘികളുടെ എല്ലാമായ ചരിത്ര പുരുഷനായ നമ്മുടെ ടി.ജി. മോഹൻദാസ് ഉണ്ടല്ല, മോഹൻദാസിന് തീരെ പിടിച്ചില്ല. എന്ത് നമ്മളെ മുസ്ലിം ലീഗ് ഉണ്ടല്ല വീടെടുത്ത് കൊടുത്തതിലും അതിൽ ഒരുപാട് ഹൈന്ദവർക്ക് വീട് കൊടുത്തതിലും നമ്മുടെ ടി.ജി. ഉണ്ടല്ല, ടി.ജി. നല്ലോണം അസ്വസ്ഥനാണ്. നമുക്കെന്തായാലും സംഖ്യയുടെ എല്ലാമായ കുഴിയിൽ കാലിട്ട് നിൽക്കുന്ന ടി.ജി. മോഹൻദാസിന്റെ ചെറിയ കുരുപൊട്ടൽ ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മൾ ഭയപ്പാടോടെ മുസ്ലിം ലീഗ് UDF വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കും, മുസ്ലിം ലീഗിനെ ജമാഅത്ത് ഇസ്ലാമി ഭരിക്കും എന്നൊക്കെയുള്ള സംവാദങ്ങൾ നടക്കുമ്പോൾ തന്നെ ജനോപകാരപ്രദമായ മാതൃകാപരമായ ഒരു നേതൃത്വവും നായകത്വവും വഴികാട്ടലുമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ അത് നമുക്ക് സ്വാഗതം ചെയ്യാതിരിക്കാനുള്ള അവസ്ഥയില്ല. ഞാനിപ്പോ ഇത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് മാത്രമല്ല കേരളത്തിന് ഒരു കമന്റ് അറിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് ടി.ജി. ഉണ്ട്, സിനുജി ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ ഏറ്റവും പുതിയ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ടി.ജി. പറയും. സാർ, ഇത് വലിയൊരു ദുരൂഹത നിറഞ്ഞ ഏർപ്പാടാണ് ഈ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം. ഇപ്പം പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് ഉണ്ട് പ്രധാനമന്ത്രിയുടെ. ഇവിടെ എറണാകുളത്ത് ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ എന്തോ കരളിൻ്റെ ഓപ്പറേഷൻ 6 ലക്ഷം രൂപ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് അയക്കാൻ പറയുക. ഉച്ചയ്ക്കാണ് ഓപ്പറേഷനെങ്കിൽ രാവിലെ 10 മണിക്ക് ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ടിൽ ഈ 6 ലക്ഷം രൂപ എത്തുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് അയച്ചു 10 ലാക്സ് കറക്റ്റ് 10 മണിക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഇതിലെത്തി. അതാണ് ദുരിതാശ്വാസം എന്ന് പറയുന്നത്. കാരണം ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇയാളത് ബാങ്കിൽ പോയി വാങ്ങിച്ച് ഇയാൾ ആശുപത്രി അത്രയും പോലും ബുദ്ധിമുട്ടുണ്ട്. ആശുപത്രിയുടെ അക്കൗണ്ട് നമ്പറും ആശുപത്രിയോട് ബില്ലും കൊടുക്കാൻ പറയുക, നേരെ ആശുപത്രിയുടെ അക്കൗണ്ട് വന്നു, അവരുടെ കമ്പ്യൂട്ടറിൽ വന്നു, പണി കഴിഞ്ഞു. ഇങ്ങനെയായിരിക്കണം ദുരിതാശ്വാസം. നമ്മൾ APM മുഹമ്മദ് വിചാരിച്ച് ഈ കാര്യത്തിലെങ്കിലും നമ്മുടെ ടി.ജി. മോഹൻദാസ് ഉണ്ടല്ല മുസ്ലിം ലീഗിനെയും മുസ്ലിങ്ങളെയും നല്ലത് പറയുന്നു. പക്ഷെ ഇവിടെ നമ്മളെ ടി.ജി. മോഹൻദാസ് ഉണ്ടല്ല എന്നും ടി.ജി. മോഹൻദാസ് തന്നെ മനസ്സിൽ വർഗീയതല്ലാതെ വേറൊരു സാധനം ആ ചങ്ങായിന്റെ മനസ്സിലുണ്ടാവില്ല. ഒരു മുസ്ലിം ഉണ്ടല്ല മൂപ്പർക്ക് കിഡ്നി ദാനമായിട്ട് കൊടുത്താലും മുസ്ലിങ്ങളെ കുറിച്ച് ടി.ജി. മോഹൻദാസിന്റെ വായിന്ന് നല്ലൊരു വാക്ക് അത് പ്രതീക്ഷിക്കേ വേണ്ട. നമ്മൾ ടി.ജി. മോഹൻദാസിന്റെ പുതിയ കണ്ടുപിടുത്തം കണ്ടില്ലേ, ദുരന്തബാധിതർക്കുള്ള വീട് നിർമ്മാണത്തിൽ ദുരൂഹതയുണ്ട് പോലും. ദുരൂഹത മാത്രമല്ല എന്തൊക്കെ ചീഞ്ഞു നാറുന്നുണ്ടെന്നും കൂടിയാണ് നമ്മുടെ ടി.ജി. തട്ടി വിടുന്നത്. എന്റെ ടി.ജി. ദുരൂഹതയും ചീഞ്ഞു നാറലൊക്കെ ഉണ്ടല്ല നിങ്ങളെയും നിങ്ങളെ സംഖ്യയുടെ മനസ്സിൽ മാത്രമാണ്. പക്ഷെ നിങ്ങൾ സംഖ്യയിലുണ്ടല്ല ദുരന്തബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഏരിയയിലേക്ക് ഉണ്ടല്ല, ആ ഏരിയയിലേക്ക് പോകാത്തതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് ഉണ്ടല്ല നല്ല വീടുകൾ കിട്ടി. നിങ്ങളെങ്ങാനും ആ ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്കും അവിടെ വീടും കിട്ടില്ല, എല്ലാവരും പട്ടിണിയായിരിക്കും, മുഴു പട്ടിണി. അതുകൊണ്ട് ടി.ജി. മോഹൻദാസിനും സംഖ്യക്കും ആ ഏരിയയിലേക്ക് ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ആ ഏരിയയിലേക്ക് പോകാത്തതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. പിന്നെ നമ്മൾ ടി.ജി. മോഹൻദാസ് ഉണ്ടല്ലോ വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുന്നതും പിന്നെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷനിൽ കിടക്കുന്ന രോഗികളില്ലേ അതും തമ്മിൽ എന്തോ ബന്ധിപ്പിക്കുന്നത് കണ്ട്. എന്റെ വിവരമില്ലാത്ത ടി.ജി. മോഹൻദാസെ ആ വയനാട് ദുരന്തബാധിതരെയും ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളെയും ഒരുമിച്ച് കാണാൻ എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നത്? ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം, ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിക്കണ്ടല്ല ഒരു ഓപ്പറേഷൻ വേണം കണ്ടില്ല, പെട്ടെന്ന് നിങ്ങളെ പ്രധാനമന്ത്രിന്റെ ഫണ്ട് കണ്ടില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് പൈസ ഒന്നും വരുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഇൻഷൂർ കിട്ടണം കണ്ടില്ല, ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടില്ല, നമ്മളെ ഫോൺ വിളിച്ച് ചോദിക്കും, എന്നിട്ടൊക്കെയാണ് ആ പൈസ വരെ കിട്ടുക. ടി.ജിന്റെ വർത്തമാനം കേട്ട എന്താ തോന്നുന്നു അറിയാം, രോഗിയുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറോ പെട്ടും ദാ പൈസ വന്നു, ദാ പോയി. അതാണ് ടി.ജിന്റെ വർത്തമാനം കേട്ട തോന്നുക. അതുകൊണ്ട് ടി.ജി ഇമാതിരി തള്ളക്കേണ്ടല്ല, നിങ്ങളെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി യോഗമില്ലേ സംഖ്യകളെ അവിടെ തള്ളിയാൽ മതി കേട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ല മുസ്ലിം ലീഗ് ഉണ്ടല്ല ഹൈന്ദവർക്ക് വീട് നിർമ്മിച്ചു നൽകിയില്ലേ നമ്മൾ ടി.ജി. മോഹൻദാസ് ഉണ്ടല്ല അസ്വസ്ഥനാണ്, വളരെ അസ്വസ്ഥനാണ്. നമുക്ക് ടി.ജി. മോഹൻദാസിന്റെ അടുത്ത കുറച്ച് അസ്വസ്ഥത കൂടി കണ്ടിട്ട് വന്നാലോ? അതൊരു കാര്യം കൂടി ഉണ്ടാവാം. ഒരുപക്ഷെ ഈ കൊടുക്കുന്ന കാശുകൊണ്ട് ഈ ക്വാളിറ്റിയിൽ ഇവർ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലുള്ള വീട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പ്രശ്നം ഉണ്ടാവുമല്ലോ. അല്ല, നിങ്ങൾ ദുരിതാശ്വാസം കൊടുക്കുന്നത് വീട് നടക്കാനല്ല, അത്യാവശ്യ കാര്യങ്ങളായുള്ള നടക്കാൻ വേണ്ടിയിട്ടാണ് ദുരിതാശ്വാസം കൊടുക്കുന്നത്. നിങ്ങൾ അതിന് പകരം എന്ത് ചെയ്തു? ദുരിതാശ്വാസം കിട്ടേണ്ടവരുടെ ലിസ്റ്റ് പോലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. എത്ര കാലം എടുത്തു? എന്റെ പേര് ലിസ്റ്റ് വന്നില്ല, ഇപ്പോഴും പരാതി തീർന്നിട്ടില്ല. 2-3 ഏജൻസിയാണ്. അവസാനം ഈ ചൂരൽമലക്കാർ പറഞ്ഞു ഈ നടപ്പൊന്ന് ഒഴിവാക്കി തന്നാൽ മതി, രാവിലെ ഇവിടെ വില്ലേജ് ഓഫീസിലേക്ക് പേര് കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരോടും വരാൻ പറയും. അവിടെ പോകും, പേര് കൊടുക്കും. 2 ദിവസം കഴിയുമ്പോൾ ആ കണക്ക് തെറ്റിപ്പോയി എന്ന് പറയും. അങ്ങനെ എന്തെല്ലാം വിവാദം ഉണ്ടായി. ദുരിതത്തിൽപ്പെട്ട ആൾക്കാരുടെ കണക്കെടുക്കാൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല. അപ്പോഴൊക്കെ ഇവർ കഷ്ടത അനുഭവിക്കുകയല്ലേ. വഴിയെ പോയ സന്നദ്ധ സംഘടനകളല്ലേ ഇവർക്ക് ചോറ് കൊടുക്കുന്നതും പിടിക്കുന്നതും ഒക്കെ. ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ തൊഴുത്തിലൊക്കെ താമസിക്കുക. ഇതിനൊക്കെ പകരം സാർ എനിക്കൊരു 50,000 രൂപ എടുത്തു തരുന്നു, മോഹൻദാസ് കഷ്ടത്തിലാണ്, ഈ 50,000 രൂപ പിടിച്ചു, ഞാൻ ഈ 50,000 രൂപ എങ്ങനെയെങ്കിലും ചില എനിക്ക് പരാതി ഉണ്ടാവില്ലല്ലോ.
എനിക്ക് 50,000 രൂപ കിട്ടി. ആ 50,000 രൂപ ഞാൻ കള്ളു കുടിച്ചു കളഞ്ഞാൽ ഞാനാണ് ഉത്തരവാദി. എന്ത് വൃത്തികേടാണ് ഈ ചങ്ങായി പറയുന്നത്? കുഴിയിൽ കാലിട്ടിരിക്കുന്ന ഈ ചങ്ങായി എന്ത് വൃത്തികേടാണ് പറയുന്നത്? ഇത്രയും വലിയ ദുരന്തം അനുഭവിച്ചയുടെ കയ്യിലേക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും, നിങ്ങൾക്ക് എന്താ വേണ്ടേ അതുപോലെ ചെയ്യുന്നാണോ പറയേണ്ടത്? അവരെ നമ്മളെപ്പോലുള്ളവർ ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയല്ലേ ശരിക്കും വേണ്ടത്. പിന്നെ ടി ജി പറഞ്ഞില്ല കള്ളു കുടിച്ച് കാശ് തീർക്കുന്നത്, അതൊക്കെ ഉണ്ടല്ല നിങ്ങൾ സംഖ്യ ചെയ്യുന്ന കാര്യം ഉണ്ടല്ല, ആ ദുരന്ത ബാധിതരുടെ പേരിലുണ്ടല്ല പറയാൻ നിൽക്കല്ലേ ടി ജി. ഒരു സംഖ്യ എന്ന് പറഞ്ഞ് ഇയാളെ പോലത്തെ ഒരു മരമണ്ടൻ ഉണ്ടാവുക ദുരന്ത ബാധിതർക്ക് അവരെ കയ്യിൽ കാശ് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന്. എന്തൊരു മരമണ്ടനാണ് ഇയാള്. പിന്നെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് ടി ജി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടല്ല ആട്ടിൻകൂട് പോലെയാണെന്ന്? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരന്തബാധിതർക്ക് വേണ്ട കാര്യങ്ങളുണ്ടല്ല കേരളത്തിലെ എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ സംഘടനകളും പോയിട്ടുണ്ടല്ല അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. പക്ഷെ ടി ജി മോഹൻദാസെ നിങ്ങളത് കാണത്തുണ്ടല്ല, നിങ്ങളെ സംഖ്യ ഉണ്ടല്ല ആ ഏരിയയിൽ പോയില്ല, അതുകൊണ്ടാണ് നിങ്ങളത് കാണാതെ പോയത്. അതുകൊണ്ട് ടി ജി മോഹൻദാസ് എന്ന പച്ച വർഗീയവാദിയോട് നമുക്ക് പറയാനുള്ളത്, ഒരാൾ ചെയ്ത നല്ല കാര്യം ഉണ്ടല്ല ആ നല്ല കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അയാളുണ്ടല്ല വെറുതെ വർഗീയവാദിയും മോശക്കാരനെ ചിത്രീകരിക്കുന്നത് തൽക്കാലം നിർത്തുവോ? അതായത് നല്ലത് ചെയ്ത ആളെ കുറിച്ച് നല്ലത് പറയാൻ പറ്റില്ലെങ്കിലും അയാളെ കുറിച്ച് കുറ്റം പറയാതിരിക്കാനെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്റെ സംഘി ടി ജി മോഹൻദാസ്? പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളെ സംഘികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദുരന്തം ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കയ്യിൽ കാശ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് പുണ്ണാക്കെങ്കിലും ചെയ്തതാണോ നിങ്ങളെ സംഘി സർക്കാരുകൾ അവിടെ പറയാറുള്ളത്? പക്ഷെ ഇവിടെ കേരളത്തിലുണ്ടല്ല മനുഷ്യത്വമുള്ളവർ ജീവിക്കുന്ന കേരളത്തിൽ അങ്ങനെ നടക്കൂല. അതായത് ഇവിടെ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുണ്ടല്ല മലയാളികൾ, മനുഷ്യത്വമുള്ള മലയാളികളുണ്ടല്ല ചേർത്ത് നിർത്തും, അവർക്ക് വേണ്ട സഹായം കൊണ്ടല്ല മലയാളികൾ ചെയ്തു കൊടുക്കും. അതായത് ദുരന്തബാധിതർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടല്ല നന്മയുള്ള മനുഷ്യത്വമുള്ള മലയാളികളുണ്ടല്ല അവർ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ടി ജി മോഹൻദാസെ കുഴിയിലേക്ക് കാല് നീട്ടി വെച്ച് ഇരിക്കാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സുള്ള വർഗീയത ഉണ്ടല്ല അതൊന്ന് കുറക്കാൻ നോക്ക്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞില്ലേ, നന്മ കണ്ടാൽ പോലും അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് വർഗീയത കാണാൻ വേണ്ടി ഈ ലോകത്ത് സംഖ്യകളെ കൊണ്ടേ പറ്റൂ. അവരെക്കാളും മോശക്കാരായിട്ട് ഇനി ആരും ഉണ്ടാവില്ല. അതായത് വർഗീയതയിലും കുത്തിത്തിരിപ്പിലും സംഖ്യകളെ തോൽപ്പിക്കാൻ വേണ്ടി ഈ ലോകത്ത് ഇനി ആരും ജനിച്ചിട്ടില്ല എന്ന്. അപ്പൊ ഒരിക്കൽ കൂടി മുസ്ലിം ലീഗ് നിർമ്മിച്ച നൽകിയ വീടുകളിൽ പാവപ്പെട്ട ഹിന്ദുക്കൾക്കും കൂടി വീട് കിട്ടിയതിൽ കുരുപൊട്ടിയ ടി ജി മോഹൻദാസിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.